നമ്മുടെ ഒരു പറ്റം ചേച്ചിമാര് ഒരു കുടുംബശ്രീയിലെ അംഗങ്ങൾ അവിടെ ഒരു സൈക്കിൾ പരിശീലനത്തിലാണ്. എന്റെ നാടെന്ന് പറഞ്ഞാൽ അത് എറണാകുളം ജില്ലയിൽ മഴുവന്നൂരാണ്. മഴുവന്നൂരിലെ ചേച്ചിമാരുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ സൗജന്യ സൈക്കിൾ പരിശീലനമായി 100ഓളം പേരുണ്ട് ഇങ്ങനെ സൈക്കിൾ പരിശീലനത്തിന്റെ ഒരു യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മിന്നൽ സൈക്കിൾസുമായി സഹകരിച്ച് അവിടെ വലിയൊരു പ്രയത്നം നടക്കുന്നു. പ്രധാനമായും മിന്നൽ സൈക്കിൾസും ബൈക്സ് ഇന്ത്യ ഫൗണ്ടേഷനും ഇരുവരും ചേർന്നാണ് ആ പദ്ധതി. നമുക്ക് ചേച്ചിമാരുടെ സൈക്കിൾ വിശേഷം കണ്ട ശേഷം വരാം ഈ പാർക്കിലേക്ക്. ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒന്ന് കേവലം 2 മണിക്കൂർ കൊണ്ട് സാധ്യമാകുന്നു. ഇതത്ര വലിയ കാര്യമോ എന്ന് സംശയം ഉന്നയിക്കുന്നവർ ഉണ്ടാകും. എന്നാൽ ഇവർക്കിത് അത്ര വലിയ ഒന്ന് തന്നെയാണ്. ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സൈക്കിൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികം മെച്ചപ്പെട്ടപ്പോൾ പ്രായം കടന്നുപോയി. സൈക്കിൾ പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് ഇപ്പോൾ ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനിങ്ങനെ കുടുംബശ്രീ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് മിന്നൽ സൈക്കിൾസിൻ്റെ പരിശീലനമുണ്ട്. ഷീ സൈക്കിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പം സ്ത്രീകളെ സൈക്ലിങ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ശരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, പഠിക്കാൻ പറ്റുമെന്നൊരിതുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്, ഞങ്ങൾക്ക് പറ്റില്ലായിരിക്കുന്നു. പക്ഷേ എന്തായാലും പഠിക്കാൻ പറ്റും. 2030 രാജ്യത്തെ 50% സ്ത്രീകളും സൈക്കിൾ ഓടിക്കാൻ പ്രാപ്തരാവുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബൈക്സ് ഇന്ത്യ ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് സൗജന്യ സൈക്ലിംഗ് പരിശീലനം നൽകുന്നത്. മഴുവന്നൂർ പഞ്ചായത്തും മിന്നൽ സൈക്കിൾസ് കോലഞ്ചേരിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സിമി ബാബു അധ്യക്ഷയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മെമ്പറുടെ ഹസ്ബൻഡ് മോബിൻ മിന്നൽ സൈക്കിൾസിൻ്റെ തന്നെ പാർട്ട്ണർ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാനും ചോദിച്ചത് നമുക്ക് വിജയമാക്കാൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു. പക്ഷേ ഇത് ഞെട്ടിച്ചു കളഞ്ഞു. ആ ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും കമൻസും അതുപോലെ തന്നെ ഓരോരുത്തരും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, എത്രയോ ആളുകളാണ് ആ ഗ്രൂപ്പിൽ തന്നെ, എന്തോരം ആളുകൾ, എത്രയോ വനിതകളാണ് അതിലേക്ക് മുമ്പോട്ട് വന്നിരിക്കുന്നത്. വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മിന്നൽ സൈക്കിൾസ് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 100-ൽ-അധികം വനിതകളാണ് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഷീ സൈക്ലിംഗ് നാഷണൽ കോർഡിനേറ്റർമാരായ പ്രകാശ് ഗോപിനാഥ്, സീനത്ത് MA എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഇതെല്ലാം പഞ്ചായത്തുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കുക. 2030 ആകുമ്പോഴേക്കും ഒരു 50% സ്ത്രീകളെ സൈക്ലിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സ്ത്രീകളുടെ ആരോഗ്യം, പിന്നെ നമ്മുടെ പരിസ്ഥിതി എല്ലാം കണക്കിലെടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക. ഒരു സ്വതന്ത്ര സഞ്ചാരം അല്ലെ, സഞ്ചാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിലേക്ക് അവരെ കൊണ്ടുവരാമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പരിസ്ഥിതിക്ക് ഉപദ്രവമില്ലാത്ത സഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതുകൂടിയാണ് ഷീ സൈക്ലിംഗിന്റെ ലക്ഷ്യം. ന്യൂസ് 18 മഴുവന്നൂർ.